ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് പായസമാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയും ഡെലിഷ്യസുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം മാംഗോ സ്ലൈസാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസാക്കി എടുക്കാം. ജാക്ക് ഫ്രൂട്ട്സ് കുരുവൊക്കെ കളഞ്ഞിട്ട് അതും മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ജാക്ക് ഫ്രൂട്ട്, ബനാന, മാംഗോ ഇതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചിട്ട് അരച്ച് വെച്ചേക്കുന്ന ജാക്ക് ഫ്രൂട്ട്, മാംഗോ, നുറുക്കി വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്ക്കകത്ത് ഇത് ഫ്രൂട്ട്സിൻ്റെ പൾപ്പ് നന്നായി ഒന്ന് വഴണ്ടി കിട്ടണം. ഫ്രൂട്ട്സിൻ്റെ മിശ്രിതം നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. 250 ഗ്രാം ചെറുപരിപ്പ് കുക്കറിൽ വേവിച്ച് ഉടച്ചെടുക്കാം. ഇത് ഫ്രൂട്ട്സിൻ്റെ പായസമായതുകൊണ്ട് ഒരു തിക്ക് ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുപരിപ്പ് വേവിച്ച് ചേർക്കുന്നത്. അപ്പം ചെറുപരിപ്പും ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടെ നെയ്ക്കകത്ത് നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഫ്രൂട്ട്സ് മിക്സ് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ജാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൗഡേർഡ് ജാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ശർക്കര പാനീയം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ നെയ്ക്കകത്ത് ഈ ഫ്രൂട്ട്സിൻ്റെ മിശ്രിതം നന്നായിട്ട് വഴണ്ട് കിട്ടണം. ശർക്കരയും ഫ്രൂട്ട്സിൻ്റെ മിശ്രിതവും കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഡൈല്യൂട്ടഡ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് ഇതിനകത്ത് യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. നന്നായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ വറ്റി കുറുകുന്നത് വരെ ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നെയ്ക്കകത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടി വറുത്ത് കോരി മാറ്റി വെക്കാം. തേങ്ങാപ്പാൽ ശർക്കരക്കൂട്ട് നന്നായി വെന്ത് ഒരു പായസത്തിൻ്റെ പരുവത്തിലെത്തുമ്പോഴേക്കും ഇതിനകത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് യോജിപ്പിച്ച് വിട്ടതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും വറുത്ത് കോരി മാറ്റിയ നട്ട്സും കൂടി ചേർത്ത് ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പായസം തയ്യാറായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഹെൽത്തിയും ഡെലിഷ്യസുമായ ഒരു പായസം.